ഒരു വലിയ വിമാന ദുരന്തത്തിൻ്റെ അന്തരീക്ഷത്തിലും അതിൻ്റെ സങ്കടത്തിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതുപോലൊരു രണ്ട് വലിയ വിമാന ദുരന്തങ്ങൾ, അതായത് ഒന്നിലൊരു ടീം മുഴുവൻ പെരിഷ്ഡാകുന്ന 1949 ദുരന്തം, പിന്നെ മ്യൂണിക് ദുരന്തം, അത് 1958. ഈ ദുരന്തങ്ങൾ ഒരു ഫുട്ബോളിന് വലിയ വലിയ നഷ്ടം ഉണ്ടാക്കിയ ദുരന്തങ്ങളാണ്. അത് ദിലീപിന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല? അതിനെപ്പറ്റി ഞാൻ ഇപ്പം നമ്മൾ ഈ ക്ലബ് ലോകകപ്പിനെ പറ്റിയുള്ള ചർച്ചയെ പറ്റി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ വാർത്ത കിട്ടുന്നത്, അഹമ്മദാബാദിലത്തെ ക്രാഷിൻ്റെ. അപ്പം അത് ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലബ് ലോകകപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു പരിഷ്കാരമാണ്. പുതുതായിട്ടാണ് ഇത്രയും വലിയൊരു സ്കെയിലിൽ നടത്തുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി വായിക്കുമ്പോൾ ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ഇത് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനത്തെ ടീമുകളൊക്കെ ആയിരുന്നു ഇത് ജയിക്കാന്ന്. അപ്പം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ ഇതേപോലെ എയർ ക്രാഷിൽ നശിച്ചു പോയ രണ്ട് ടീമുകൾ ടൊറീനോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആണ്. ഒന്ന് സൂപ്പർഗ എന്ന് പറഞ്ഞ മലയിൽ പോയി ഇടിച്ചു. ഇൽ ഗ്രാൻഡ് ടൊറീനോ എന്നായിരുന്നു ടീമിന്റെ പേര് തന്നെ. അത്രയും വലിയ ടീമായിരുന്നു. ഇറ്റലിയിൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 4 ടൈറ്റിൽ നേടിയ ടീം. അതിനുശേഷമുള്ള 76 കൊല്ലത്തിൽ അവർ ഒരു തവണ ജയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഫുട്ബോൾ ഫാനിനോട് ട്യൂറിൻ എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുവൻറ്റസിനെ പറയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് ക്രിസ്ത്യാനോട് പോയി 3 സീസൺ കളിച്ചു. പക്ഷെ ഒരു കാലത്ത് ടൊറീനോ ആയിരുന്നു അവിടുത്തെ വലിയ ക്ലബ്ബ്. അപ്പം ആ ടീമാണ് ആ ക്രാഷിൽ നശിച്ചു പോയത്. അതേപോലെ 1950കളിൽ ബസ്ബി ബേബ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റ് ബസ്ബിയുടെ ടീം 2 തവണ അടുപ്പിച്ച് ഇംഗ്ലീഷ് ടൈറ്റിൽ നേടി 3ാമത്തെ തേടി പോണ കാലത്താണ് ഒരു ബെൽഗ്രേഡിൽ യൂറോപ്യൻ കപ്പ് ഒരു മാച്ച് കളിക്കാൻ പോയത്. ആ കാലത്ത് ഇംഗ്ലീഷ് ടീമുകൾ ഇങ്ങനത്തെ കോമ്പറ്റീഷനൊന്നും സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അഹങ്കാരമായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫ്രഞ്ചുകാരൻ തുടങ്ങിയ കോമ്പറ്റീഷൻ്റെ നമ്മൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പോലെയൊക്കെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ആദ്യം മനസ്സിലാക്കിയത് ഇതാണ് ഭാവി വലിയൊരു കോമ്പറ്റീഷൻ ആവാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർ പങ്കെടുത്ത് ക്വാർട്ടർ ഫൈനലിൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ കളിക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ മ്യൂണിക്കിൽ റീഫ്യൂലിങ്ങിന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കിയ പ്ലെയിനാണ് ക്രാഷ് ചെയ്ത് 8 കളിക്കാർ. അന്ന് 7 പേര് മരിച്ചു. ഡങ്കൺ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ് ഒരു കളിക്കാരൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഡങ്കൺ എഡ്വേർഡ്സിനെ പറ്റി അതിന് ഒരു 50 കൊല്ലത്തിന് ശേഷം ഞാൻ ഇസ്താൻബുളിൽ ഒരു പ്രായമായൊരു ലിവർപൂൾ ഫാനിനോട് പല കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, ആൻഫീൽഡിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കളിക്കാരൻ ആരാ, വിസിറ്റിംഗ് പ്ലെയർ. അപ്പോൾ ഒന്ന് സാധാരണ നമ്മളോട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 1 മിനിറ്റ് നമുക്ക് ആലോചിക്കണം. ഇയാൾ അപ്പം തന്നെ ഡങ്കൺ എഡ്വേർഡ്സ് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞിരിക്കണം. അങ്ങനത്തെ അത്രയും വലിയ കളിക്കാരനായിരുന്നു. 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇപ്പം ആരംഭിക്കുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം എന്ന് വെച്ചാൽ അത് എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു മാസത്തെ ഒരു വലിയൊരു ആഘോഷമോ ഉത്സവമൊക്കെ നമുക്കങ്ങനെ കാണാൻ പറ്റും. പക്ഷെ അതിനെതിരെ ഈ ഫുട്ബോൾ ഫ്രറ്റേണിറ്റിയിൽ നിന്ന് തന്നെ കുറച്ചൊരു എതിരഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കളിക്കാർക്ക് വിശ്രമിക്കാനുള്ള വേണ്ടത്ര അവസരമില്ല. നല്ല കളിക്കാരൊക്കെ അവരുടെ ഒരു കായികക്ഷമതയെ ഇല്ലാതാക്കുന്ന ഒരു പരീക്ഷണമായിരിക്കും ഇത് എന്നുള്ള രീതിയിലൊരു രൂക്ഷ വിമർശനം ഏതാണ്ട് ചർച്ചയായി തുടരുന്നുണ്ട്. ആ വിമർശനം വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിലത്തെ ഫുട്ബോൾ സീസൺ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് തുടങ്ങിയിട്ട് മെയ് അവസാനം, അല്ലെങ്കിൽ ഇപ്രാവശ്യം സാധാരണ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ 1-ാം തീയതി അവസാനിക്കും. പിന്നീട് ജൂൺ ജൂലൈ ഓഫ് സീസൺ, പിന്നെ ജൂലൈ ആദ്യം പകുതി ആകുമ്പോഴേക്കും പ്രീ സീസൺ ട്രെയിനിങ് തുടങ്ങും. പക്ഷെ ജൂൺ അവർക്ക് ഓഫാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പണ്ടൊക്കെ ലോകകപ്പും ഈ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പൊക്കെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിരുന്നു. അടുത്ത ലോകകപ്പ് 40 ദിവസമായിരിക്കും അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും നടക്കാൻ പോകുന്നത്. അപ്പം അതിനെപ്പറ്റി തന്നെ യൂറോപ്യൻ ക്ലബ്സിന് ഇപ്പം കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 2025 എന്ന് പറഞ്ഞാൽ യൂറോ ഇല്ല, ലോകകപ്പും ഇല്ല. അപ്പൊ ശരിക്കും കളിക്കാർക്കൊരു ക്ലീൻ ആയിട്ട് വിശ്രമം കിട്ടേണ്ട ഒരു സമയമായിരുന്നു. അതിന് പകരം ഇപ്പൊ ചില വലിയ ക്ലബ്ബുകൾ, റയൽ മാഡ്രിഡ്, ബയേൺ മ്യൂണിക്, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ഇവരുടെ കളിക്കാർക്ക് ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഓഫ് സീസണും കൂടി കിട്ടില്ല. എന്നുവെച്ചാൽ അവരിപ്പോൾ ജൂണിൽ കളി തുടങ്ങിക്കഴിഞ്ഞാൽ
ജൂലൈ പകുതി വരെയാണ് ഈ ടീമുകൾ മിക്കവാറും സെമി വരെയൊക്കെ എത്താൻ സാധ്യതയുള്ള ടീമുമാണ്. അപ്പൊ അവർക്ക് അവരുടെ കളിക്കാർക്ക് റെസ്റ്റ് കിട്ടുമ്പോഴേക്കും ഏകദേശം പ്രീ സീസൺ തുടങ്ങാനുള്ള സമയമായി. ഇതിനകത്ത് ക്യാപിറ്റലാണ് കൃത്യമായിട്ട് കളിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അതായത് കളീനെ ആ രീതിയിൽ വിലയിരുത്തുന്ന വിമർശകരൊക്കെ പറയുന്നത്. കാരണം ടീമുകളെ, അതായത് ക്ലബ്ബുകളെ ബ്രൈബ് ചെയ്ത പോലെയാണ്. അവർക്ക് കിട്ടാൻ പോകുന്ന ആദായം വളരെ വലുതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതിപ്പോ ഒരു റിയൽ മാഡ്രിഡോ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയോ അല്ലെങ്കിൽ ഒരിക്കലും ഇതിൽ പങ്കെടുക്കില്ലായിരുന്നു. വെച്ചാൽ അവരുടെ കളിക്കാരുടെ ഭാവി ഡേഞ്ചറിലാക്കണ ഒരു ടൂർണമെന്റ് ആണ് ശരിക്കും. ഇപ്പൊ സിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ സീസൺ മുഴുവൻ നാശമായത് റോഡ്രി യൂറോസ് വന്ന് ശരിക്കും റെസ്റ്റ് കിട്ടാതെ പരിക്ക് വന്നിട്ടാണ് അവരുടെ സീസൺ മുഴുവൻ പോയത് കഴിഞ്ഞ കൊല്ലം. അതുപോലെ തന്നെ അത് ആവർത്തിക്കാൻ എല്ലാ സാധ്യതയുണ്ട് ഇത്തവണ ഇത് കളിക്കേണ്ടത് കാരണം. പക്ഷെ ഈ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകൾക്ക് റിയൽ മാഡ്രിഡിനൊക്കെ അപ്പിയറൻസ് പൈസ മാത്രം പ്രോമിസ് ചെയ്തിട്ടുള്ളത് $38 മില്യൺ. മാഡ്രിഡ് ഇത് ജയിച്ചാൽ അവർക്ക് ആകെപ്പാട് കിട്ടാൻ പോകുന്നത് $125 മില്യൺ. അത് വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ 2 വളരെ നല്ല കളിക്കാരെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വേൾഡ് താരത്തിനെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എംബാപ്പയുടെ 2 കൊല്ലത്തെ ശമ്പളമായത്. അപ്പൊ അത് കാരണം ഇപ്പൊ സിറ്റിക്കും ഏകദേശം അത്രയൊക്കെ കിട്ടും. ഏറ്റവും വലിയ ടീമുകൾക്ക് അപ്പിയറൻസ് മണി അധികമാണ്. റിയൽ മാഡ്രിഡിന് കിട്ടുന്ന അപ്പിയറൻസ് മണി ഒരു മെക്സിക്കൻ ടീമിന് കിട്ടണതിന്റെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ടീമിന് കിട്ടണതിന്റെ 4 ഇരട്ടിയാണ്. അതുപോലെ വേറൊരു ആരോപണം വരുന്നത് അതും യൂറോപ്യൻ ഇതിൽ തന്നെയാണ്. അതായത് ചാമ്പ്യൻസ് ലീഗിനെയും അതുപോലുള്ള മേജർ ലീഗുകളെയൊക്കെ ഇത് ഒരു തരത്തിൽ കുഴമറയ്ക്കും എന്നുള്ളൊരു രീതിയിലുള്ളൊരു അലിഗേഷൻ. അതെ, ഇപ്പോഴത്തെ പ്രശ്നം, ഫിഫയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഫിഫയ്ക്ക് ശരിക്കും പറയാ ലോകകപ്പേ ഉള്ളൂ അവരുടെ ഒരു ടൂർണമെന്റ് ആയിട്ട്. അതിന് മുമ്പ് ഇപ്പൊ ഈ ക്ലബിന്റെ കൺഫെഡറേഷൻസ് കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ക്ലബ് കോണ്ടിനെന്റൽ ഫിഫ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറഞ്ഞിട്ട് കൺഫെഡറേഷൻസ് കപ്പ് എന്ന് പറഞ്ഞത് മറ്റേ രാജ്യങ്ങളുടെ ഒരു ഇതായിരുന്നു. അതെ, അത് ഈ ലോകകപ്പിന് മുമ്പ് ആ ഹോസ്റ്റ് നേഷനിൽ കളിക്കാന്നായിരുന്നു അതിന്റെ പരിഷ്കാരം. പക്ഷെ ഇതൊന്നും ശരിക്കും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പൊ ആരോടെങ്കിലും 2005 ആരാ കൺഫെഡറേഷൻസ് കപ്പ് ജയിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുണ്ടാവില്ല, അതിനെപ്പറ്റി താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ചില കോമ്പറ്റീഷൻ. നേരെ തിരിച്ചിപ്പോ യൂറോപ്പിലത്തെ കോമ്പറ്റീഷൻ, അതിപ്പോ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും ലോകത്തെ എല്ലാവരും ഫോളോ ചെയ്യുന്ന കോമ്പറ്റീഷൻ. നേഷൻസ് ലീഗ് പോലും ഇപ്പൊ സ്പെയിനും പോർച്ചുഗലും ഒക്കെ വലിയ ടീമുകളായതുകൊണ്ട് അതുവരെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കമേഴ്ഷ്യൽ റവന്യൂ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കൊല്ലവും അതിന് വരുമാനം കൂടി വരികയാണ്. അപ്പൊ അതായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത് ഒരു പാരമ്പര്യമില്ല. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് എന്തുകൊണ്ട് ഇത്രയും വലുതായത്? അത് പുഷ്കസ് കളിച്ച ടൂർണമെന്റ്, ഡി സ്റ്റെഫാനോ, പെലെയും ഗറിഞ്ചയും മാരഡോണ ഒഴിച്ച് ഒരുവിധം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കാര് മുഴുവൻ കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ള സിഡാൻ, ക്രൂയിഫ്, ഇവരൊക്കെ ജയിച്ചിട്ടുള്ള പ്ലാറ്റിനി, ഇവരൊക്കെ ജയിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യം ഒരിക്കലും ഈ 2025 തുടങ്ങിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഇതുപോലെ ഇതിന്റെ ഇപ്പൊ പറഞ്ഞ കമേഴ്സ്യൽ ആയിട്ടുള്ള സാധ്യതകൾ, ഇപ്പം ടെലിവിഷൻ റൈറ്റ്സ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോ യൂറോപ്യൻ ലീഗിലൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു ഇതിലിപ്പം പല കളിക്കാരെയും പല ടീമിനെയും അമേരിക്കൻ ഓഡിയൻസിന് തീരെ പരിചിതമല്ലാത്താണെന്നുള്ള രീതിയിൽ, അതുകൊണ്ട് തന്നെയാണ് ടിക്കറ്റ് വിൽക്കാതെ പോണതും. ഇപ്പൊ ഒരു ആഫ്രിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ട്യൂണീഷ്യയിലത്തെ എസ്പിറാൻസ്, അല്ലെങ്കിൽ മൊറോക്കോയിലത്തെ വൈഡാഡ് കാസബ്ലാങ്ക, സൗത്ത് ആഫ്രിക്കയിലത്തെ മാമലോഡി സൺഡൗൺസ്, ഇതൊക്കെ വലിയ ടീമുകളാണ്. പക്ഷെ അമേരിക്കയിൽ ആരും അവരെ പറ്റി കേട്ടിട്ടും കൂടിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ ഒരാളോട് ജപ്പാന്റെ ഉറാവ റെഡ് ഡയമണ്ട്സ് നാളെ നിങ്ങളുടെ നഗരത്ത് കളിക്കേണ്ട പറഞ്ഞാൽ അവർ അത്രയല്ല. അവർക്ക് ഏതാ ടീം അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇതിപ്പോ ഒരു അറബ് രാജ്യത്തായിരുന്നു കളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലോ സിംഗപ്പൂർ അങ്ങനത്തെ വല്ല സ്ഥലങ്ങളിലോ കളിച്ചിരുന്ന വെച്ചാൽ ആൾക്കാർ കാണാൻ വരുമായിരുന്നു. പക്ഷെ കുറേം കൂടി അവര് ലോക ഫുട്ബോളിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. അമേരിക്കയിൽ അവർക്ക് അവരുടെ ലീഗ്, അവരുടെ കളിക്കാരനപ്പുറം ഒരു മെസ്സിയോ റൊണാൾഡോ അല്ലെങ്കിൽ യൂറോപ്യൻ സൂപ്പർ ക്ലബ്സ്, അതിനപ്പുറം അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്തത് എത്രമാത്രം ഇതാവും?
ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്തത് തീർച്ചയായിട്ടും ഒരു അടിയാണ്. എനിക്ക് തോന്നുന്നു ഫീഫയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ശ്രമം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഇതിൽ പങ്കെടുക്കണ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി സൈൻ ചെയ്യാൻ പറ്റുമോ. പക്ഷെ റൊണാൾഡോന് അങ്ങനെ തിരക്ക് പിടിച്ചൊരു പുതിയ ടീമിനെ കണ്ടുപിടിക്കാൻ ആ തിരക്കില്ല. മെസ്സി ഇല്ലാതെ ഇതൊരിക്കലും ഇപ്പൊ ഉള്ള ടിക്കറ്റ് സെയിൽസും കൂടി ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിലത്തെ മേജർ ലീഗ് സോക്കർ അറ്റൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്രൗഡ് ഉണ്ടായിരുന്ന 10 മാച്ചിൽ 6 ഇന്റർ മയാമിയുടെ അവേ മാച്ചസ്. ഇന്റർ മയാമിയുടെ ഹോം മാച്ചിന് അവരുടെ സ്റ്റേഡിയത്തിൽ 22,000 ആളും കൂടി ഇരിക്കുന്നില്ല, അത് ചെറിയ സ്റ്റേഡിയമാണ്. പക്ഷെ അവേ മാച്ചിൽ 6 ഏറ്റവും ക്രൗഡ് ഉണ്ടായിരുന്ന 10 മാച്ചിൽ 6 മെസ്സി കളിച്ച കളി. അതേപോലെ പ്ലേ ഓഫ്സിലും അവർ തോറ്റെങ്കിലും ഏറ്റവും 40,000 മേലെ ക്രൗഡ് കിട്ടിയ ആകെ ഒരു മാച്ച് ഈ അറ്റ്ലാന്റ യുണൈറ്റഡിനോട് തോറ്റ ഒരു കളിയാണ്, 68,000 ആളൊറ്റ പോയത്. ഇതിലിപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ പല കോൺഫെഡറേഷൻസ് നിന്നും വരുന്ന ക്ലബ്ബുകളാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ദിലീപ് ഇതിനകത്ത് ഒരു പ്രാഥമിക വിശകലനം, ഒരു പ്രിവ്യൂ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിനകത്ത് ഇപ്പോൾ ഒരു നമ്മൾ ആദ്യത്തെ ഒരു റൗണ്ടിലൊക്കെയുള്ള സാധ്യതകൾ? അല്ല, അത് സാധ്യതകൾ പറയുന്നതിന് മുമ്പ് ഇതിപ്പോൾ നമ്മൾ യൂറോപ്പിന് ഇതിനെതിരെയുള്ള ക്യാമ്പയിനെ പറ്റി പറഞ്ഞു. ബാക്കി രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നേരെ വിപരീതം. ഇപ്പൊ സൗത്ത് അമേരിക്കയെന്നോ അല്ലെങ്കിൽ ഏഷ്യയെന്നോ ആഫ്രിക്കയെന്നോ വരുന്ന ടീംസിന് ഇത് വളരെ ആവശ്യമാണ്. ഇതിന്ന് കിട്ടാൻ പോണ പൈസ, ഇപ്പൊ ഒരു സൗത്ത് അമേരിക്കൻ ടീം ഇതിന്റെ സെമി ഫൈനലിൽ എത്തി എന്ന് വിചാരിക്കും, അതിൽ അവർക്ക് കിട്ടാൻ പോണത് ഏകദേശം ഒരു 70-80 മില്യൺ ഡോളർ ആയിരിക്കും. അതിപ്പോ അവർക്ക് വലിയൊരു സംഖ്യയാണ് അങ്ങനത്തെ ഒരു ടീമിന്. ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താ വെച്ചാൽ ഇപ്പൊ ടീമുകളുടെ കഴിവ് അനുസരിച്ചിട്ടല്ല അവർ പൈസ ഉണ്ടാക്കണം. ഇപ്പൊ മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ഡീലിന്റെ വില അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ നമ്മളൊരു കടലായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബാഴ്സലോണ, ലിവർപൂൾ ഇതൊക്കെ ബ്ലൂ വെയിൽസ് ആയിരിക്കും ചിലപ്പോൾ. അതേപോലെ പക്ഷെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സ് ആണ് ഈ ബോക്ക ജൂനിയേഴ്സ്, റിവർ പ്ലേറ്റ്, ഫ്ലെമിംഗോ ഇവരൊക്കെ. പക്ഷെ ഈ റിവർ പ്ലേറ്റിൻ്റെന്നും ബോക്ക ജൂനിയേഴ്സിൻ്റെന്നും പൈസ ഉണ്ടാക്കണ ഇപ്പൊ ഇംഗ്ലണ്ടിലത്തെ ബ്രൈറ്റൺ, ഫുള്ളം ഇതൊക്കെ കടലിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മത്തിയും നത്തലുമാണ്. പക്ഷെ അവര് മറ്റവരുടെ ഒന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ബ്രോഡ്കാസ്റ്റ് കാരണം മാത്രം. അപ്പൊ ഈ വലിയ സൗത്ത് അമേരിക്കയിലത്തൊക്കെ വലിയ ടീമിന് ഒരു ചാൻസ് ആണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ആ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി. പിന്നെ സാധ്യതകളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്പിന് ആണ് ഇപ്പൊ യൂറോപ്പിലത്തെ ഏറ്റവും ശക്തമായ ചില ടീമുകളുണ്ട്. ചെൽസിന്റെ പേരൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ചെൽസി ഉണ്ട്. ചെൽസി ഇപ്പൊ മുന്നോട്ട് പോണ ഒരു ടീമാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പക്ഷെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടും കൂടിയില്ല. ഇതിലത്തെ വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫോർമാറ്റിന്റെ ഒരു പ്രശ്നം 4 കൊല്ലം മുമ്പത്തെ തൊട്ടുള്ള ജയിച്ച ടീമുകളെയാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതില് പല ടീമുകളും ഇപ്പൊ നല്ല ടീമുകളല്ല. ഇപ്പൊ നേരത്തെ ഞാൻ ജപ്പാനത്തെ യുറാവ റെഡ് ഡയമണ്ട്സിന്റെ കാര്യം പറഞ്ഞു, അവരിപ്പോ സാമാന്യം മോശം ടീമാണ്. അതേപോലെ ഒരു കാലത്ത് ഓസ്ട്രിയയിലത്തെ ഏറ്റവും ശക്തമായ ടീമായിരുന്ന റെഡ് ബുൾ സാൾസ്ബർഗ് ഇപ്പൊ വളരെ ദയനീയ സ്ഥിതിയിലാണ്. ചെൽസി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കളിച്ചിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ. അവരുടെ ആ 2021 ചാമ്പ്യൻസ് ലീഗ് ജയിച്ച 23 കളിക്കാരിൽ ഒരാളാണ് ഇപ്പൊ അമേരിക്കയിൽ പോകാൻ പോണത്, റീസ് ജെയിംസ്. ബാക്കി എല്ലാവരും ക്ലബ്ബ് വിട്ടു അല്ലെങ്കിൽ ഇപ്പൊ വിടാൻ പോവാണ്. അപ്പൊ അത്രയും മാറ്റം വന്നിട്ടുണ്ട്. ബ്രസീലിലത്തെ ഫ്ലൂമിനൻസ് ഇവരൊന്നും പണ്ടത്തെ ടീമുകളല്ല. ഇപ്പൊ മാത്രമല്ല, ഇപ്പം ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന ചില ടീമുകൾ ഇല്ലല്ലോ. അതെ, അതാണ് ഇപ്പൊ ഫോം. ഇപ്പൊ നമ്മൾ ലോകകപ്പ് നോക്കുക അല്ലെങ്കിൽ യൂറോസ് നോക്കുക, സാധാരണ അതിന്റെ ക്വാളിഫിക്കേഷൻ അതിന്റെ മുമ്പത്തെ കൊല്ലം നവംബറിൽ അവസാനിക്കുന്നു, ജൂണിൽ കളിക്കും. അപ്പൊ ഒരു 7 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ആ 7 മാസം കൊണ്ട് ഒരു ടീമിന്റെ നിലവാരം അത്ര താഴാൻ പോകുന്നില്ല സാധാരണ. അപ്പൊ ഒരുവിധം ഫോമിലുള്ള ടീമുകളായിരിക്കും ഫൈനൽസിൽ കളിക്കുക. ഇപ്പൊ അതല്ല. ഇതിപ്പോ യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമുകൾ ഇപ്പൊ ലിവർപൂൾ, ബാഴ്സലോണ, പി എസ് ജി കളിക്കുന്നുണ്ട്. പക്ഷെ ലിവർപൂൾ, ബാഴ്സലോണ, നാപ്പോളി 3 പ്രധാനപ്പെട്ട ലീഗ് ജയിച്ച ടീമുകൾ ഇതിലില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രിവ്യൂല് ആരെയായിരിക്കും പിന്നെ ദിലീപ് പറയുന്നത് അങ്ങോട്ടേക്ക് മുന്നേറാൻ സാധ്യതയുള്ള ടീമുകൾ? യൂറോപ്പിൽ നിന്ന് റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്, ചെൽസി ഇവര് 4 പേരും ശക്തമായ ടീം. പി എസ് ജി ഏറ്റവും മുന്നിൽ. പി എസ് ജിയുടെ പിന്നില്
ഈ 4 ടീം. പിന്നെ ഇന്റർ മിലാൻ ഇപ്പൊ ഒരു ട്രാൻസിഷൻ കോച്ച് ഇപ്പൊ സൗദി അറേബ്യയുടെ അൽ ഹിലാലിന്റെ കോച്ചായിരിക്കും ഇൻസാഗി ചാമ്പ്യൻഷിപ്പിൽ. യുവന്റസിന്റെ ഇവരൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര നന്നായി ചെയ്യുന്നു. പിന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ബോക്ക ജൂനിയേഴ്സും റിവർ പ്ലേറ്റ് ഫ്ലെമിംഗോ ഉണ്ട്, പാൽമേറസ് പറഞ്ഞ ബ്രസീലിയൻ ടീം ഉണ്ട്. പക്ഷെ ശരിക്കും ശ്രദ്ധ വെക്കേണ്ട മെക്സിക്കോ എന്നുള്ള മോൺട്രേയും പച്ചൂക്കയും രണ്ടുപേരും നല്ല ടീമുകൾ. മോൺട്രേയില് പണ്ട് മെഡ്രിഡിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സെർജിയോ റാമോസ് ഉണ്ട്. ഫിറ്റ് ആണോന്ന് അറിയില്ല, പക്ഷെ സ്ക്വാഡിലുണ്ട് റാമോസ്. ഏഷ്യയിലത്തെയും ആഫ്രിക്കയിലത്തെയും ടീമിനൊക്കെ ഒരു വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ടീംസിന്റെ അവരുടെ ഏറ്റവും നല്ല കളിക്കാർ സാധാരണ 17 വയസ്സാകുമ്പോഴേക്കും യൂറോപ്പിലെത്തും. സൗത്ത് അമേരിക്കയിലും അത് തന്നെ സ്ഥിതി. ഇപ്പൊ റിവർ പ്ലേറ്റിന്റെ ഏറ്റവും വലിയ ഒരു താരം 17 വയസ്സായ ഫ്രാങ്കോ മാസ്റ്റൻറ്റോണോ ഇപ്പൊ റിയാലിലേക്ക് പോവാൻ പോവാ ഇത് കഴിഞ്ഞ ഉടനെ. അപ്പൊ അതാണ് ബാക്കി സ്ഥലത്തെ സ്ഥിതി, അതാണ് ഇപ്പൊ. നമ്മളന്ന് പിന്നെ ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയുന്നത് സെലക്ട് ചെയ്ത 1-2 ചോദ്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതൊന്ന് ഞാനൊന്ന് വായിക്കാതെ. ജിതിൻ നാരായണൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ദിലീപിനോട് ചോദിക്കുന്നത്, ഈ 2024 കൂടി ഫോർമാറ്റ് ഫിഫ ഉപയോഗിച്ചപ്പോൾ ടൂർണമെൻറ്റിൻ്റെ പേര് ഫിഫ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നാക്കി മാറ്റുന്നുണ്ട്. ഫോർമാറ്റ് മാറ്റുന്നു, പേര് നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പം മുൻ വർഷത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ജേതാക്കൾ നേടിയ കിരീടങ്ങൾ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക? അത് ക്ലബ് വേൾഡ് കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ അത് ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷൻ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നടന്നിരുന്നപ്പോൾ അത് സൗത്ത് അമേരിക്കയിലത്തെയും യൂറോപ്പിലത്തെയും ക്ലബ് ചാമ്പ്യന്മാർ തമ്മിലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കാണുന്നത് 84 ലിവർപൂളും അർജന്റീനയുടെ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞൊരു ക്ലബും തമ്മിലുള്ളതായിരുന്നു. അപ്പൊ അത് 60കൾ തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ്. കുറെ വൃത്തിയായിട്ട കളികളും ഉണ്ടായിരുന്നു. ഈ അർജന്റീൻ ടീംസ് വന്നിട്ട് എല്ലാവരും ഫൗൾ ചെയ്യുക, കുത്തുക, തുപ്പുക, അങ്ങനെയൊക്കെ പരിപാടികൾ 60കളിൽ. അപ്പൊ അത് കുറച്ചു കാലം പിന്നെ നിർത്തി വെച്ചതാണ്. പിന്നെ ആദ്യം ഇന്റർ കോണ്ടിനെന്റൽ കപ്പായി നടന്നു. പിന്നെ 2000-ലാണ് ബാക്കി കോണ്ടിനെന്റ്സ് എന്നുള്ള ടീമും വെച്ച് കളിക്കാൻ തുടങ്ങിയത്, 6 പേര്. പിന്നെ ആ മോഡലിലാണ് ഏകദേശം 25 കൊല്ലം കളിച്ചത്. 23-ൽ അത് നിർത്തി റീബ്രാൻഡ് ചെയ്ത് 24-ല് ക്ലബ് വേൾഡ് കപ്പ് എന്നുള്ളത് മാറ്റി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നാക്കി. അതാണ് ഇപ്പൊ റിയൽ മെഡ്രിഡ് കഴിഞ്ഞ കൊല്ലം ജയിച്ചത്, പച്ചൂക്ക എന്ന് പറഞ്ഞ മെക്സിക്കൻ ടീമിനെ തോൽപ്പിച്ചത്. പക്ഷെ അതില് ടൈറ്റിലിന്റെ എണ്ണത്തിലൊന്നും മാറ്റം വരില്ല. ഇത് വേറെ ഒരു ടൈറ്റിലായിട്ട് കരുതുന്ന മാത്രമേ ഉള്ളൂ. ആ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഇനി മുന്നോട്ട് പോവുകയും ചെയ്യും. അത് ഇക്കൊല്ലം കളിക്കുന്നുണ്ട്. അതിലിപ്പോ PSG-യും ആഫ്രിക്കയുടെ പിരമിഡ്സ് FC ഈജിപ്തിന്ന്, പിന്നെ ക്രൂസ് അസൂൾ എന്ന് പറഞ്ഞ മെക്സിക്കൻ ടീം, ഇവരൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ സൗത്ത് അമേരിക്കയിലത്തെ ജേതാവിനെ മാത്രമേ ഇപ്പൊ ഒരു വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അതിപ്പോ ഡിസംബറിൽ കളിക്കും ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ആദ്യം. നവനീത് TM ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഫുട്ബോളിലുള്ള UEFA-യുടെ ആധിപത്യം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഫിഫയ്ക്ക് ക്ലബ്ബ് ലോകകപ്പ് വിപുലീകരിക്കുന്നതിലൂടെ ഉണ്ടല്ലോ എന്നാണ്. ഫുട്ബോളിലെ പവർ പൊളിറ്റിക്സിന് ഇത് ഏതെങ്കിലും രീതിയിലുള്ളൊരു മാറ്റം ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കൊണ്ടുവരുമെന്നുള്ളതാണ് നവനീത് ചോദിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കുറച്ച് അതിനെപ്പറ്റി സംസാരിച്ചല്ലോ. ഇപ്പൊ ഈ ഫിഫയുടെ കയ്യിൽ വേറെ ശരിക്കും കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ശരിക്കും. അപ്പൊ അതിന് ഈ ചാമ്പ്യൻസ് ലീഗിനെതിരെ നിൽക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ശ്രമം. പക്ഷെ അത് ചാമ്പ്യൻസ് ലീഗിനെതിരെ നിൽക്കണമെങ്കിൽ യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമുകൾ കളിക്കണം. അല്ലാതെ 4 കൊല്ലം മുമ്പ് ജയിച്ച ടീമിനെ, അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പ് ഓസ്ട്രിയയിൽ ശക്തമായിരുന്ന ടീമിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ കളിയൊന്നും ഇപ്പം ആരും കാണാൻ പോണില്ല. ഇപ്പോൾ ഒരു ടീം ന്യൂസിലൻഡിൽ നിന്നുള്ള ഓക്ലൻഡ് സിറ്റി, അവർ ശരിക്കും ഒരു ഫുള്ളി പ്രൊഫഷണൽ ക്ലബും കൂടിയല്ല. ഓക്ലൻഡ് സിറ്റിയുടെ ആദ്യത്തെ മാച്ച് ബായൺ മ്യൂണിക്കായിട്ട് വന്നു. അത് എത്രത്തോളം ദുരന്തമായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാനേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ ഗ്യാപ്പ് ഉള്ള ഒരു കോമ്പറ്റീഷനിൽ ആൾക്കാർക്ക് താല്പര്യം വരാൻ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു അട്രാക്ഷൻ അതാണ്. ഈ ഇത്രയും നല്ല ഒരു 10-15 ടീമുകൾ എല്ലാ സീസണും കളിക്കണമെന്നുള്ളത്. ഇപ്പൊ ഇതുവരെ ജയിക്കാത്ത PSG ആണ് ഇക്കൊല്ലം ജയിച്ചത്.